അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആഷി ഉസ്താദ് അതാ അപ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ റിസ്വാന വക്കീലിനെ വിളിക്കുകയാണ്. മോളെ 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 ആ എന്തുമ്മ, നിന്റെ ഫോണ് താ മോളെ ബെല്ലടിക്കുന്നു. കുളി ഇപ്പോഴും കഴിഞ്ഞില്ലേ? ആ ഉമ്മ ഇതാ വരുന്നേ. ഉമ്മ ഒന്നെടുത്ത് നോക്കി ആരാന്ന്. പെണ്ണ് ഫോൺ കട്ടായിട്ടുണ്ട്. നീ വന്നിട്ട് എടുത്തോ. അങ്ങനെ അതാ റിസ്വാന വക്കീൽ കുളി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നു. അല്ലാ പഠിച്ചോനെ, ഉസ്താദ്. ഹലോ ഉസ്താദേ. ആ മോളെ റിസ്വാന, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ല ഉസ്താദേ, എന്തൊക്കെയുണ്ട്? എവിടെ നിങ്ങൾ? ഞാൻ നാട്ടിലാണ്. അല്ല ഉസ്താദിൻ്റെ നിക്കാഹിൻ്റെ കാര്യം എന്തായി? ഇൻഷാ അല്ലാ വൈകാതെ ഉണ്ടാകും. അതിനു മുമ്പായിട്ട് മറ്റൊരു നിക്കാഹ് പെട്ടെന്ന് സെറ്റാക്കണം. ഉസ്താദേ, അത് ആരുടേതാ? അതെ, ഈ ഫോൺ വിളിക്കുന്ന ആളുടെ. ശരിക്കും? അതാ അവൾ ഞെട്ടിപ്പോയി. ഉസ്താദേ, നിങ്ങൾ എന്തേ പറയുന്നത്? അതെ മോളെ, എന്താ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, പക്ഷേ വീട്ടുകാർ ഓക്കെയാണോ അറിയില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ പെണ്ണെ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് വിളിക്കുമോ എന്നെ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്ന് ശരി ഉസ്താദേ, അസ്സലാമു അലൈക്കും. ഉമ്മ ചോദിച്ചു. അല്ല മോളെ, ആരായിരുന്നു? അതുമ്മ എൻ്റെ ഉസ്താദായിരുന്നു, ഷെഫി ഉസ്താദ്. ഓ അങ്ങനെ. അല്ലെങ്കിലും ഉസ്താദും മോളും വലിയ ബന്ധാണല്ലോ. എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും സംസാരിക്കാനും നിങ്ങൾ രണ്ടാളും തന്നെ മതിയല്ലോ, എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനും. ഏതായാലും പഠിച്ചോനെ അള്ളാഹു നിലനിർത്തി തരട്ടെ ബന്ധം. കാരണം ഗുരുശിഷ്യ ബന്ധം എന്ന് വെച്ചാൽ ആ ഉസ്താദിൻ്റെ ഒരു പ്രാർത്ഥന മതി മോളെ നിൻ്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതാ നമ്മൾ മാതാപിതാക്കളെ ഗുരു ദൈവം എന്നൊക്കെ പറയില്ലേ, അതന്നെ. നമ്മളെ പഠിപ്പിക്കണ പോലെ നമ്മൾ നല്ലോണം ബഹുമാനിക്കണം. ഉമ്മ എന്തിനാ മോളെ വിളിച്ചത്? അതെന്തോ ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞ് കുറച്ചിന് വിളിക്കാമെന്ന് പറഞ്ഞ്. ആ എന്നാൽ മോള് ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടേ ഉസ്താദിനോട് ചോദിച്ചു നോക്ക് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു നോക്ക് കേട്ടോ. അല്ല അവരിവിടെ ഉണ്ടോ അതോ പോയോ? സഫീറിൻ്റെ കാര്യം ഇപ്പം എന്തായി? അവന് ഇവിടെ ഉണ്ടോ അതോ എന്താവല്ലേ വിവാഹത്തിൻ്റെ ഒക്കെ? നമുക്ക് പിന്നെ കുറച്ച് ആളുകളെയൊക്കെ വിളിക്കണം നിക്കാഹിന് വേണ്ടിയിട്ടേ. നമുക്ക് വേറെ ഇല്ലല്ലോ. അപ്പം നല്ല മട്ടത്തിന് തന്നെ കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ്. എന്നാൽ അത് കേട്ടപ്പോൾ റിസ്വാന വക്കീൽ ഒന്ന് നാണിച്ചു. റബ്ബേ, അത് എന്നായിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ അതാ അവൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഒന്ന് ഫ്രീ ആയി ഒരു പുസ്തകം എടുത്തുകൊണ്ട് അതാ വീടിൻ്റെ മുകളിലത്തെ റൂമിലേക്ക് പോയി. പഠിച്ചോനെ, എന്തായിരിക്കും പറയാനുള്ളത്? റബ്ബേ, ഒന്നും ടെൻഷനുള്ള ന്യൂസൊന്നും ആയിരിക്കരുതേ അല്ലാ. അവൾ അതാ ഉസ്താദിനെ വിളിക്കുന്നു. ഉസ്താദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ആ ഇത്ര പെട്ടെന്ന് വിളിച്ചോ? ഹലോ. ആ ഉസ്താദ് പറയേ. എടി പെണ്ണേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്. നിന്നെ ടെൻഷനാവുമോ? അല്ല ഉസ്താദേ, എന്താണ് കാര്യം? ഏയ് അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ടെൻഷനാകാൻ മാത്രം ഇല്ല. എന്നാലും പറയാം. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അതായത് നമ്മുടെ സഫീറിൻ്റെ നിക്കാഹ് പെട്ടെന്ന് വേണം. അല്ല, അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അതെ അവനെ കൊണ്ട് വീട്ടിൽ മറ്റൊരു കല്യാണം ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. പെണ്ണുകാണൽ വരെ കഴിഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ റിസ്വാന വക്കീലിൻ്റെ കൈകാലുകൾ കുഴഞ്ഞു. അതെ, അവളുടെ വായിൽ വെള്ളം വറ്റി. അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ താഴെ വീഴും എന്നുള്ള രീതിയിലായി. ഉസ്താദേ. മോളെ റിസ്വാന കുട്ടി, എന്തൊന്നും മിണ്ടാത്തത്? ഉസ്താദേ. അവൾ തേങ്ങുന്ന ശബ്ദം അതാ ശരിക്കും ഉസ്താദ് കേട്ടു. കരയല്ലേ വേണേ? കരയാൻ പാടില്ല എൻ്റെ കുട്ടി. ഒന്നും കേട്ടില്ലല്ലോ, ഞാൻ പറയുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മുഴുവനായില്ല. ഉസ്താദേ മതി, എനിക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും കൂടുതൽ ആരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ വിട്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ ജീവിതം അതങ്ങനെ തന്നെ ഉസ്താദേ. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? ഒരിക്കലും ഞാനതല്ല പറയാൻ വേണ്ടി നിൽക്കുന്നത്. ശരിയാണ്, നമ്മുടെ സഫീർ പെണ്ണ് കാണാനൊക്കെ പോയി, കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പെട്ടെന്ന് നിക്കാഹിനുള്ള പരിപാടികൾ തയ്യാറാക്കാൻ വീട്ടുകാരുടെ തിരക്കാണ്. പക്ഷേ നമ്മുടെ സഫീറിന് അതിനോട് വലിയ താല്പര്യമില്ല.
എന്നാൽ അത് കേട്ട് റിസ്വാൻ വക്കീൽ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടി ആരും ആരുടെയും സ്വപ്നങ്ങൾ ഉപേക്ഷിക്കണ്ട. ഞാൻ അതിൽ നിന്ന് വേറിട്ട് പോന്നോളാം. ആയിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ. ഒരിക്കൽ പോലും ഞാൻ ഇതിനു വേണ്ടി വാശി പിടിക്കുന്നില്ല. അല്ലെങ്കിലും പഠിച്ച റബ്ബ് വിചാരിച്ചതല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചെന്ന് വിചാരിച്ചിട്ട്. ഉസ്താദെ, ഞങ്ങളോടൊരു കാര്യം പറയട്ടെ. മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന ഒരേ ഒരു മുഖം അത് സഫീറിൻ്റെ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ. ഏയ്, ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ. കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പെണ്ണ് കാണൽ നടന്നിട്ടുണ്ട്, ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ സഫീർ പറയുന്നത് ഒരിക്കൽ പോലും എനിക്കത് ഉൾക്കൊള്ളാനാവില്ല. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പോയത്. എന്നാൽ റിസ്വാൻ വക്കീൽ ശരിക്കും ഞെട്ടി. എന്നാലും റബ്ബെ, പെണ്ണ് കാണാനൊക്കെ പോയല്ലോ. അപ്പോൾ എന്നെ വെറുതെ മോഹിപ്പിച്ചതായിരുന്നല്ലേ അന്ന് ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ശരിക്കും റിസ്വാൻ വക്കീലിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ വേദന അത് ആശി ഉസ്താദ് അറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ പെണ്ണെ, മോള് വിഷമിക്കല്ലേ. ഇൻഷാ അല്ലാ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം. ഉസ്താദേ, വേണ്ട, എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ. അത് ഒരുപാട് ആളുകളെ സഹായിക്കണം, ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യണം. അതൊക്കെയാണ് മനസ്സിലുള്ള നെയ്യത്ത്. അതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അങ്ങനെ അങ്ങ് എൻ്റെ ജീവിതം മുന്നോട്ട് ഞാൻ കൊണ്ടുപോകും. മോളെ, നീ അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിക്കല്ലേ. മോളെ, ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കണം. എന്നാൽ റിസ്വാൻ വക്കീൽ ശരിക്കും ഞെട്ടി. അവൾ പറഞ്ഞു, വേണ്ട, വീട്ടുകാരുടെ നിർബന്ധം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടമല്ലാതെ, വീട്ടുകാരുടെ സമ്മതമല്ലാതെ ഈ നിക്കാഹെങ്ങാനും കഴിഞ്ഞാൽ, അതിലെന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ ശാപം ഏൽക്കൂലേ? അതുകൊണ്ട് നമ്മൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണോ? വീട്ടുകാരുടെയൊക്കെ വെറുപ്പ് സമ്പാദിച്ചിട്ട് എന്തിനാണ്? അപ്പോൾ നിനക്ക് സഫീറിന് ഇഷ്ടമല്ലേ? അവനോട് നിനക്ക് താല്പര്യമല്ലേ? പിന്നെന്താ, നിനക്ക് പെട്ടെന്ന് ഇതിൽ നിന്നങ്ങ് ഒഴിവാൻ പറ്റുമോ പെണ്ണേ? അപ്പോൾ നീ ഇത്രയേ ഉള്ളോ അവനെ സ്നേഹിച്ചത്? ഉസ്താദേ, അല്ല, സഫീറിൻ്റെ ഭാവി ജീവിതം ഞാനായിട്ട് നഷ്ടപ്പെടുത്തുന്നില്ല. അല്ലെങ്കിൽ അവർ പ്രശ്നമല്ലേ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, അവർ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ. ഞാനൊരു ശല്യമായിട്ട് വരുന്നില്ല. ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. സത്യമായിട്ടും അത് എൻ്റെ ജീവിതം, അതങ്ങനെ ഞാനങ്ങ് മുന്നോട്ട് പോയിക്കോളാം. സഫീർ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. അല്ലെങ്കിലും പുളിക്കൽ തറവാടെന്നൊക്കെ പറയുമ്പോൾ വലിയ തറവാട്ടുകാരല്ലേ. പിന്നെ ഞാനായിട്ടിനി അങ്ങോട്ട് വന്ന് ശല്യപ്പെടുത്തുന്നില്ല അവർ. സത്യമായിട്ടും എൻ്റെ ഉസ്താദേ, ഞാൻ നിങ്ങളോട് പറയാണ്, അവരുടെ ജീവിതം സന്തോഷകരമാവട്ടെ. എൻ്റെ സഫീറിൻ്റെയും ഭാര്യയുടെയും ജീവിതം സന്തോഷകരമാവട്ടെ. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് സത്യമായിട്ടും അതിനൊരു എതിരഭിപ്രായമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. പെണ്ണെ, അവളുടെ വിതുമ്പൽ ആ ഫോണിലൂടെ കേട്ടു. എടി പെണ്ണെ, എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ കരഞ്ഞത്? ഉസ്താദിൻ്റെ കുട്ടി കരയല്ലേ പെണ്ണെ? എന്താ? ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് അവിടെ നിൽക്കുന്ന ഇങ്ങനെ കരയല്ലേ പൊന്നെ? എന്താ മോളെ, നീ എന്താ നീ ഇങ്ങനെ കരയല്ലേ? ഉസ്താദേ, ഞാൻ ഒഴിഞ്ഞു തരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞോട്ടെ. അതെ, അല്ലെങ്കിലും പഠിച്ചോൻ വിചാരിച്ചല്ലേ നടക്കുള്ളൂ. എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചിട്ടില്ലേ? അതെ, പഠിച്ചോൻ വിധിച്ചത് നടക്കുള്ളൂന്ന്. അത് നമുക്ക് ലഭിക്കുന്നതാണെങ്കിൽ, അത് ഏഴാനാകാശത്തിൻ്റെ മുകളിലാണെങ്കിലും അള്ളാഹു നമുക്ക് നൽകും. നമുക്ക് നഷ്ടപ്പെടാനുള്ളതാണെങ്കിൽ, നമ്മുടെ രണ്ട് ചുണ്ടിനിടയിലാണെങ്കിൽ പോലും നമുക്ക് നഷ്ടപ്പെടും എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്നോട് പറഞ്ഞതല്ലേ. അത് ഞാൻ ഒരിക്കൽ പോലും മറക്കില്ല ഉസ്താദേ. പക്ഷേ നമ്മുടെ ആഷി ഉസ്താദ് പറയാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ഉസ്താദിന് പറയാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ. കാരണം അത് കേട്ടപ്പോൾ തന്നെ അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചിരുന്നു. മോള് വിഷമിക്കില്ലേ. മോളുടെ ബാപ്പാനോട് ഞാൻ സംസാരിച്ചോളാം കേട്ടോ. ഉസ്താദേ, ഈ ഒരു വിഷയമാണെങ്കിൽ ഇനി എൻ്റെ ഉപ്പയോട് സംസാരിക്കണ്ട. കാരണം എൻ്റെ ഉപ്പാക്ക് അത് താങ്ങാൻ കഴിയില്ല. ഉപ്പാക്ക് അത്രക്ക് വിഷമാണ്. ഉപ്പ വളരെ ഹാപ്പി ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. എൻ്റെ ഉപ്പ സന്തോഷിച്ച് നിൽക്കുകയാണ്. അതെ, ഈ ഒരു സമയത്ത് എൻ്റെ ഉപ്പയുടെ സന്തോഷങ്ങൾ
ഇല്ലാതാക്കരുത് ആഷി, പ്ലീസ് പറയണ്ട. അതെ, സമയമായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ, സഫീർ വേറെ കല്യാണം കഴിച്ചോട്ടെ, ഞാൻ പ്രാർത്ഥിക്കും അദ്ദേഹത്തിന് വേണ്ടി. കാരണം ഒരിക്കൽ പോലും സഫീർ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അതുമാത്രമല്ല, വീട്ടുകാരുടെ സ്ഥിതിഗതികളെല്ലാം എനിക്കറിയാം. വീട്ടുകാരുടെ നിർബന്ധവും കാട്ടിക്കൂട്ടലുകളും എല്ലാം എനിക്കറിയാം. അതെ, ആർക്കോ വേണ്ടി ബലിയാടാവുകയാണ് എൻ്റെ സഫീർ. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഉസ്താദേ, വേണ്ട, ഒരിക്കൽ പോലും ഉപ്പയൊന്നും വിളിച്ച് പറയണ്ട കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കും സഫീറിന് വേണ്ടി. നല്ല ജീവിതം കിട്ടട്ടെ. സഫീറിൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന പെണ്ണെങ്കിലും നല്ലൊരു പെണ്ണാകട്ടെ. അവനെ സ്നേഹിക്കുന്നൊരു പെണ്ണാവട്ടെ. ഉമ്മയായാലും ജ്യേഷ്ഠനായാലും എല്ലാവരും വളരെയധികം ദേഷ്യത്തോടെയും അതുപോലെ വെറുപ്പോടെയൊക്കെ പെരുമാറുന്ന വ്യക്തിയാണ് സഫീർ. സത്യങ്ങൾക്ക് വേണ്ടി അവൻ പോരാടുമ്പോൾ അസത്യം കൊണ്ട് അവർ അതിനെ മറക്കുന്നു. അതെനിക്ക് നന്നായിട്ടറിയാം. അതെ, സഫീർ പാവമാണ്, ഒരിക്കലും അവനെ ഞാൻ കുറ്റം പറയില്ല. അതെ, അവരുടെ ആ ഒരു വലയിൽ അവൻ വീണു എന്ന് തന്നെ പറയാം. ആയിക്കോട്ടെ, സാരമില്ല. ആ പെണ്ണ് അവളെ സ്നേഹിച്ചാൽ മാത്രം മതി. മോളെ റിസ്വാന, അങ്ങനെ പറയല്ലേ. അതല്ല എൻ്റെ യഥാർത്ഥ സത്യം. ഞാൻ പറയാം. വേണ്ട ഉസ്താദേ, മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ അതൊക്കെ പഠിച്ചവനോട് നിങ്ങൾ പറഞ്ഞാൽ. ഉസ്താദേ, നിങ്ങൾ എന്നോട് പഠിപ്പിച്ചില്ലേ, നമുക്ക് എന്ത് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിലും മേലൊരു ഒരുത്തനുണ്ട്, അല്ലാഹ്. നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും കേൾക്കുവാൻ ഏറ്റവും നല്ലത് അള്ളാഹുവാണ്. നമ്മളെന്തും അവനോട് പറയാമെന്ന് എൻ്റെ ഉസ്താദല്ലേ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല ഉസ്താദേ. ഉണ്ടെങ്കിൽ തന്നെ ഞാനത് പടച്ച റബ്ബിലേക്ക് അങ്ങ് തവക്കലാക്കുകയാണ്. എൻ്റെ ഉസ്താദ് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. അതെ, റിസ്വാൻ വക്കീൽ ശരിക്കും വിതുമ്പുന്നത് ആഷി ഉസ്താദ് കേൾക്കുന്നു. മോളെ കരയല്ലേ. ഉസ്താദിൻ്റെ കുട്ടി ഒരിക്കലും വിഷമിക്കൂല. ഉസ്താദിൻ്റെ കുട്ടി എന്ന് വെച്ചാൽ നിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് നീ ആഗ്രഹിച്ചു തന്നെ നടക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ശരിക്കും ഉസ്താദിൻ്റെ വാക്ക് കേട്ട് അവൾ കരഞ്ഞു പോയി. അതെ, വിതുമ്പിക്കരയുന്ന ആ ഒരു ശബ്ദം ഉസ്താദ് ഫോണിലൂടെ കേട്ടു. ശരിക്കും അത് ഉസ്താദിന് വല്ലാത്തൊരു ഷോക്കായി മാറി. റബ്ബേ, ഞാൻ ശരിക്ക് കാര്യങ്ങൾ വിശദമായി പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. അവളുടെ പിതാവിനോട് പോലും പറയരുത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് അവൾ പറഞ്ഞത്? പടച്ചോനെ, നീ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കല്ല. പക്ഷേ ഉസ്താദ് ചിലത് തീരുമാനിച്ചിരുന്നു. അതെ, വിഷമിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ റിസ്വാന വക്കീൽ അവൾ ഒരിക്കലും വിഷമിക്കാൻ അനുവദിക്കരുത്. അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ കൊടുക്കണമെന്ന് നമ്മുടെ ഉസ്താദ് തീരുമാനിക്കുകയാണ്. എന്തായിരിക്കും ഉസ്താദ് കൊടുക്കുവാൻ നിൽക്കുന്ന ആ ഒരു സർപ്രൈസ്? അവൾ ഒരിക്കൽ പോലും അറിയാതെ അവൾക്ക് വേണ്ടി സന്തോഷം നൽകണം, അതാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും തയ്യാറാണ്. അതെ, അവളുടെ പിതാവിനെ തന്നെ വിളിക്കണം. അതുമാത്രമാണ് എനിക്ക് ചെയ്യാൻ ഇപ്പോൾ കഴിയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ പിതാവ് നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അത് അംഗീകരിക്കുവാനും അദ്ദേഹം തയ്യാറായിരിക്കും. അതെ, നമ്മുടെ ആഷി ഉസ്താദ് ചിലത് തീരുമാനിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായിരിക്കും നമ്മുടെ ആഷി ഉസ്താദ് തീരുമാനിക്കുന്നത്? റിസ്വാന വക്കീലിന് എന്തായിരിക്കും സർപ്രൈസ് കൊടുക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അതെ, തൻ്റെ നിക്കാഹ് കഴിയുന്നതിന് മുമ്പായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയുടെയും സഫീറിൻ്റെയും നിക്കാഹ് കഴിയണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു നമ്മുടെ ആഷി ഉസ്താദ്. അതിനുവേണ്ടി തൻ്റെ വിവാഹം പോലും മാറ്റിവെച്ചതായിരുന്നു ആഷി ഉസ്താദ്. അതെ, ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം എന്താണ് സർപ്രൈസ് കൊടുക്കാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായാലും കമൻ്റ് ഇടണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.